64ാമത് സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം എനിക്ക് തോന്നുന്നു 25 വേദികൾക്കും 25 പൂക്കളുടെ പേരാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതും ഓരോ വേദികൾക്ക് മുന്നിലും ആ പൂക്കളെ കുറിച്ചൊരു ചെറിയൊരു കുറിപ്പുണ്ട്. ആ പൂക്കളെ വിദ്യാർത്ഥികൾക്കും അവിടെ എത്തുന്നവർക്കും പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെയുണ്ട്. അപ്പോൾ ഈ 25 പൂക്കളെ കുറിച്ച് ആ ഓരോ പൂക്കളെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ നമുക്ക് ഹൃദ്യമായിട്ടുള്ളൊരു പ്രൊമോ വീഡിയോയിലൂടെ നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ള ബോട്ടണി അധ്യാപകരുണ്ട്. നമ്മുടെ കൂടെയുള്ളത് അവരിൽ ചിലരാണ് കേട്ടോ. നമുക്ക് അവരെ പരിചയപ്പെടാം. ടീച്ചറുടെ പേര്? ഞാൻ ഇന്ദുമതി. ഇവിടെ ടീച്ചേഴ്സ് അസോസിയേഷൻ ഓഫ് ബോട്ടണി അധ്യാപകരുടെ ഒരു കൂട്ടായ്മ അസോസിയേഷൻ ഉണ്ട്. അതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമാണ്. അപ്പോൾ പൂവരങ്ങിനെ ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു. അപ്പം ബോട്ടണി അധ്യാപകർക്ക് പ്രകൃതിയോട് കുട്ടികളെയും സമൂഹത്തെയും ബന്ധിപ്പിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വം, പിന്നെ ആ ബോധവൽക്കരണത്തിൽ പങ്കുചേരാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയതാണ്. അത് ഞങ്ങളുടെ ഈ രണ്ട് പദ്ധതികളിലൂടെ ചെയ്യുന്നു. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. മാഷ് വിനു തോമസ്. വിനു തോമസ്, ഞാൻ ടാബിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് പൂക്കളുടെ പേരിൽ ഈ അരങ്ങുകൾക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോട്ടണി അധ്യാപകരാണ്. ഹയർ സെക്കൻഡറിയിലെ ബോട്ടണി മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വളരെ അഭിമാനം തോന്നിയൊരു നിമിഷമാണ്. 25 വേദികൾക്ക് 25 പൂക്കളുടെ പേരിടുക എന്നുള്ള വലിയൊരു കാര്യം നടന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനോടൊപ്പം ഞങ്ങൾക്ക് പങ്കുചേരാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് മറ്റേ CMS സ്കൂളിൻ്റെ മുന്നിലൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ പൂക്കളെ പറ്റിയും അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വൈവിധ്യങ്ങളായിട്ടുള്ള അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ബോർഡ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൊമോ വീഡിയോ, പൂക്കളുടെ പേരുകളും പൂക്കളുടെ പാട്ടുകളുമായിട്ട് ഓരോ വേദികളെയും പരിചയപ്പെടുത്തുന്ന വീഡിയോയും ഇതിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സാംസ്കാരികവും ശാസ്ത്രീയവുമായിട്ടുള്ള കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രശ്നോത്തരിയും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഭാഗത്തിൽ അലിഞ്ഞു ചേരുകയാണ്. കാരണം ഇത് നമ്മളുടെ ഭാഗമാണ്, ബോട്ടണിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പൂവരങ്ങിന് കൃത്യമായിട്ടും നമുക്ക് കാര്യങ്ങൾ ഉൾച്ചേർന്ന് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും എല്ലാ ആശംസകളും ഈ കാര്യത്തിനുണ്ട്. മാഷിന്റെ പേര് പറയൂ. എൻ്റെ പേര് VU രാധാകൃഷ്ണൻ എന്നാണ്. ഞാൻ ഈ തൃശ്ശൂർ ജില്ലക്കാരൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ശക്തൻ തമ്പുരാൻ എല്ലാത്തിനും ഒരു പുതുമ നൽകിയൊരു വ്യക്തിയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ തേക്കിങ്ങാട് മൈതാനത്തിൽ തന്നെ ഇന്ന് അതിനൊരു കണക്കെടുപ്പ് എടുത്ത് പറയുകയാണെങ്കിൽ 91 ഇനം മരങ്ങളും 600-ലധികം എണ്ണവും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവിടേക്ക് നമ്മുടെ പൂവരങ്ങുമായി പുതിയ കലോത്സവം 64ാമത് കലോത്സവം എത്തുമ്പോൾ ആ പൂവരങ്ങനിട്ടിരിക്കുന്ന പേരും അതിൻ്റെ ചരിത്ര പ്രാധാന്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുള്ള പല പരിപാടികളും തൃശ്ശൂർ ജില്ലയിലെ ബോട്ടണി അധ്യാപകർ ചെയ്യുകയാണ്. അപ്പോൾ അതിലെല്ലാ ആളുകളും പങ്കെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ആഗോള പരിസ്ഥിതിയും കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ക്ലാസ് റൂമിൽ സിലബസിൽ പഠിപ്പിക്കുന്നുണ്ട്. സിലബസിൽ നിന്ന് വെളിയിലേക്ക് ഞങ്ങൾ അധ്യാപകർ കടന്നെത്തുന്നു എന്നതിൻ്റെ ഞങ്ങളുടെ കർത്തവ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളിതിന് കാണുന്നത്. എല്ലാവരും ഈ കോൺടെസ്റ്റിലൊക്കെ ഉൾപ്പെടുക, പരമാവധി ഈ പൂവരങ്ങളിലൂടെ പൂക്കളെ കണ്ടെത്തുക, വീടുകളിലും മനസ്സുകളിലും അത് നിറയ്ക്കുക. ഇതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും പൂക്കൾ എന്ന് പറയുമ്പോൾ പലർക്കും കണ്ടുപരിചയം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പേര് കേട്ട് പരിചയം ഉണ്ടായിരിക്കും. ഇത് ഏതാണെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും പല കുട്ടികൾക്കും സാധിക്കാറില്ല. എന്നാൽ അതേക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു ധാരണ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഓരോ അരങ്ങിനും വ്യത്യസ്തമായ പൂക്കളുടെ പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ബോട്ടണി അധ്യാപകരുടെ സംഘടന അത് ഏറ്റെടുത്തിരിക്കുകയാണ്. വ്യത്യസ്തമാർന്ന പരിപാടികൾ, ക്വിസായിട്ടും അതുപോലെ ഈ QR കോഡിലൂടെ സ്കാൻ ചെയ്ത പൂക്കളുടെ വിവരങ്ങൾ അറിയാം, അതുപോലെ പ്രൊമോ വീഡിയോ, അങ്ങനെയുള്ള വിവിധമായിട്ടുള്ള പരിപാടികളിലൂടെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് സന്തോഷപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ആ പൂക്കളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും ഈ പറഞ്ഞ പദ്ധതികളൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ കലോത്സവത്തിന് വരുമ്പോൾ ഈ വേദികളിലൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും പങ്കെടുക്കുക, നിങ്ങളും കൂടുതലായിട്ട് അറിയുക. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്.